ഒരു മഹാക്ഷേത്രം നാശത്തിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെയാണ് അതിൻ്റെ നാശം ആ പാതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ വളരെ ദുഃഖമുണ്ട്. കാരണം ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനാണ് ഞാനും. ഗുരുവായൂർ ക്ഷേത്രത്തിന് വരുന്ന ഈ നാശത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്തെ പൂജാവിധികളുടെയോ ഭക്തരുടെയോ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ആ പ്രദേശമാകെ ഭരിക്കുന്നവരെയും അതിനെ നിയന്ത്രിക്കുന്നവരെയും അവിടെ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെയും കുഴപ്പം കൊണ്ടാണ് അവിടെ മഹാനാശത്തിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ഗുരുവായൂരിൻ്റെ നാശമെന്നല്ലേ? ഗുരുവായൂരിൽ നിങ്ങൾ പോയാൽ അവിടെ നിന്ന് പച്ചവെള്ളം കുടിക്കരുത്. പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഗുരുവായൂരിൻ്റെ ജലസ്രോതസ്സുകൾ എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന അതീവ ഭീതിജനകമായ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ പച്ചവെള്ളം മാത്രമല്ല കുടിക്കാൻ പാടില്ലാത്തത്. പച്ചവെള്ളം കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം, അതിനോടനുബന്ധിച്ചുണ്ടാക്കുന്ന സകല സാധനങ്ങളും എന്തൊക്കെയാണെങ്കിലും അതെന്തൊക്കെയെന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഒരു ചായ തൊട്ട് ഒരു കാപ്പി കുടിക്കുമ്പോൾ, ഇല്ലെങ്കിൽ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു സലാഡ് കഴിക്കുമ്പോൾ, ഐസ് ചേർത്ത ഒരു പാനീയം കുടിക്കുമ്പോൾ പോലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് മാരകമായ ബാക്ടീരിയകൾ കടന്നുകൂടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അടുത്ത സമയത്തുണ്ടായിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. അതായത് ഗുരുവായൂരിലുള്ള ജലസ്രോതസ്സുകൾ, അത് കിണറുകൾ, കുളങ്ങൾ തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിലാണ് കോളിഫോം ബാക്ടീരിയയുടെ അളവ് അപകടകരമായ രീതിയിൽ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഗുരുവായൂരിന് എന്തുകൊണ്ടാണ് ഈ ഗതികേട് വന്നതെന്നറിയാമോ? അവിടെ ചുറ്റും പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, ലോഡ്ജുകളൊക്കെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും വന്നു പോകുന്നത്. ലക്ഷത്തിലേറെ. എത്ര ലക്ഷം പേരാണ് വരുന്നത് ഗുരുവായൂർ? നമ്മൾ ചെന്ന് നിന്നാൽ ആ ക്യൂവിൽ ചെന്ന് നിന്ന് എത്രയോ മണിക്കൂറുകൾ നിന്നിട്ടാണ് ഭഗവാന്റെ ഒരു ദർശനം കിട്ടുന്നത്. ആ ദിവ്യമായ പുഞ്ചിരി, ആ ജീവിതമാകെ തരളിതമാക്കുന്ന ആ പുഞ്ചിരി ഉണ്ടല്ലോ, അതൊന്ന് കാണാൻ 1 സെക്കൻഡ് 2 സെക്കൻഡൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഭഗവാനെ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ തട്ടി മാറ്റി പോവും എന്ന് പറഞ്ഞ് ഓടിച്ചു വിടും. അപ്പോൾ നമുക്ക് 1-2 സെക്കൻഡ് കൊണ്ട് ഭഗവാനെ ഒന്ന് കണ്ട് അതുവരെയുള്ള ദുഃഖവും ദുരിതവും എല്ലാം മറന്ന് ഭഗവാനിൽ അവിടെ അർപ്പിച്ചിട്ട് എല്ലാം ഭഗവാനെ നീ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞിട്ട് വരുന്നിടത്ത് നിന്ന് മാരക രോഗമാണ് കിട്ടുന്നതെങ്കിലോ? മാരക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിലൂടെ പടരുന്ന ടൈഫോയിഡും കോളറയും അടക്കമുള്ള ഗുരുതര രോഗങ്ങളുണ്ട്. അവിടെ ദിവസവും 100 കണക്കിന് വിവാഹങ്ങളാണ് നടക്കാറുള്ളത്, അല്ലേ? കണ്ണൻ്റെ മുമ്പിൽ താലി കെട്ടി ആ നിത്യപ്രേമത്തെ ജീവിതത്തിൻ്റെ അനശ്വര പ്രേമമാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് അവിടെ ആൾക്കാർ വന്ന് വിവാഹം കഴിക്കുന്നത്. അപ്പോഴവിടെ നിന്ന് ലഭിക്കുന്ന സദ്യ, വിവിധ ഹോട്ടലുകളിലെ ഭക്ഷണം, ഇതെല്ലാം തന്നെ അശുദ്ധമായ ജലത്തിൽ കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ള കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ മാരകമായ അളവിലാണ് കിട്ടുന്നതെങ്കിൽ ആ ക്ഷേത്രത്തിലെത്തുന്നത് കൊണ്ട് ഒരു പുണ്യവും കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശബരിമലയിൽ പോകുമ്പോഴത്തേക്കും പുണ്യം പൂങ്കാവനം എന്നൊക്കെ പറഞ്ഞ അവിടെ പദ്ധതികൾ കാണാറില്ലേ? അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂങ്കാവനത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പുണ്യമായിരിക്കണം അവിടുന്ന് ലഭിക്കേണ്ടത്, രോഗവും കൊണ്ടായിരിക്കരുത്. ഞാൻ പലപ്പോഴും പമ്പയിൽ ഇറങ്ങി കുളിക്കാറില്ല. ഞാൻ കുറച്ചുകൂടി ഏറ്റവും ആ തടഞ്ഞ ആൾക്കാരെ തടയുന്നുണ്ടല്ലോ, ഏറ്റവും പരമാവധി മുകളിൽ പോയി തീർത്ഥമെടുത്ത് തളിച്ച് ആ തീർത്ഥം കൊണ്ട് ഭഗവാനെ സ്മരിച്ചതിന് ശേഷമാണ്, ദേഹത്തേക്ക് തളിച്ചതിന് ശേഷമാണ് അവിടുന്ന് കയറി പോകാറുള്ളത്. മിക്കവാറും മുങ്ങിക്കുളി സാധ്യമാകാറില്ല. കാരണം അത്രയേറെ ജനപ്രവാഹമാണ് അവിടെ ഉണ്ടാകുന്നത്. പമ്പയിൽ പിന്നെയും മുകളിലേക്കൊക്കെ ചെന്നാൽ, ഇല്ലെങ്കിൽ നല്ല നീരൊഴുക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ മലിനജലമാകില്ല എന്ന് നമുക്ക് കണക്കാക്കാം. എങ്കിലും മലിനജലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഗുരുവായൂർ അങ്ങനെയല്ല. ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു നഗരപ്രദേശമാണ്. ആ നഗരത്തിൻ്റെ നടുക്കാണ് ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രത്തിന് ചുറ്റുമായി 100 കണക്കിന് ലോഡ്ജുകളുണ്ട്, 100 കണക്കിന് ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുമ്പോൾ അവിടെ നിന്നുള്ള വേസ്റ്റൊക്കെ ഈ മണ്ണിലെ ഭൂഗർഭ ജലത്തിലാണ് കലരുന്നത് എന്നുള്ളതാണ്. കൃത്യമായ ഒരു ഡ്രെയിനേജ് സംവിധാനം എല്ലാ തരത്തിലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതിനെ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാനില്ലെങ്കിൽ അതിനെ ആ വേസ്റ്റിനെ എനർജിയാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, മാതൃകാപരമായ ഒരു ടൗൺ പ്ലാനിങ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഗുരുതര പ്രശ്നം അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കിണറുകൾ, കുടിവെള്ള സ്രോതസ്സുകളെല്ലാം അപകടകരമായ വിധത്തിലാണ് ഈ കോളിഫോം ബാക്ടീരിയ ഉള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം അവിടെ ഇല്ല, അതിൻ്റെ കുറവുണ്ട്. ഈ ലോഡ്ജുകളുടെയും ഹോട്ടലുകളുടെയും അതിപ്രസരമുണ്ട്. ഇവിടെ നിന്ന് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളില്ലാതെ പോകുന്നത്, ഇതൊക്കെ വലിയ തോതിൽ ഈ ഭൂഗർഭജലത്തിലേക്ക് ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം എത്താനും മലിനജലം
ശുദ്ധജലവുമായിട്ട് കലരാനുമൊക്കെ സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു വാർഡ് പ്രദേശമുണ്ടല്ലോ, ഒരു വാർഡ് പ്രദേശത്ത് ഒരു കുഴൽക്കിണർ അടിച്ചാൽ മതി, ആ പറയുന്ന അതിൽ എന്നിട്ട് മലിനജലം വീണാൽ മതി ആ പ്രദേശത്തെ മുഴുവൻ ഭൂഗർഭജലത്തിലേക്കും മലിനജലം കലരാൻ എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന ഭൂഗർഭജലം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ ഗ്രാനൈറ്റ് റോക്കുകൾക്ക് അടിയിലാണ്, പല ലെയറുകളായിട്ടാണ് നമ്മുടെ ഭൂമിയുള്ളത്. മണ്ണ് റോക്ക് സിസ്റ്റം, ആ റോക്കുകൾക്ക് അടിയിലാണ് ജലം എപ്പോഴും തങ്ങി നിൽക്കുന്നത്. അവിടെയാണ് ഭൂഗർഭജലം ഉണ്ടാവുക. ഈ പറയുന്ന പാറകൾ പൊട്ടിച്ച് കുഴൽക്കിണർ അടിച്ചു കഴിയുമ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭൂഗർഭജലം, പല തട്ടുകളിലായുള്ള ഭൂഗർഭജലം എല്ലാം കൂടെ ഒരുമിച്ചാവുകയാണ് ചെയ്യുന്നത്. അത് വളരെ വലിയ ദോഷം ചെയ്യും എന്നുള്ളതാണ്. കുഴൽക്കിണർ അശാസ്ത്രീയമായാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ വെള്ളവും മലിനമാകാനും അതിൻ്റെ അവിടുത്തെ ജലനിരപ്പ് താഴ്ന്നു പോകാനും വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പീഠഭൂമികളിലൊക്കെയാണ് സാധാരണഗതിയിൽ കുഴൽക്കിണറുകൾക്ക് ഉപയോഗമുള്ളത്. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ സാധാരണ കിണറുകൾ മാത്രം മതിയാവും. അങ്ങനെ ഈ ഭൂഗർഭ ജലവുമായിട്ട് ബന്ധപ്പെട്ട് അവബോധം ഇല്ലാത്തതിൻ്റെ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അത് ഇരിക്കവെയാണ് ഈ പറയുന്ന ഗുരുവായൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ജലം മുഴുവൻ കോളിഫോം ബാക്ടീരിയയാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന, വളരെ അപകടകരമായിട്ടുള്ള ഒരു വാർത്ത വരുന്നത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി ചില്ലറയല്ല എന്നുള്ളതാണ്. ദിവസവും അവിടെ നടക്കുന്ന നൂറുകണക്കിന് കല്യാണങ്ങളാണ്. അത് മാത്രവുമല്ല, ഈ കല്യാണം കഴിഞ്ഞിട്ട് വിവിധ ഹോട്ടലുകൾ, ഹാളുകൾ, പല പല കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ ആയിട്ട് ഈ പറയുന്ന സദ്യയും നടക്കും. സദ്യ നടക്കുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ജനങ്ങളെല്ലാം തന്നെ അവിടെ വന്ന് ഈ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് വയറിളക്കം വരും, ഛർദി വരും, വളരെ വളരെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ജലം ശുദ്ധമല്ല. ഇനി ശുദ്ധജലം കൊണ്ടാണ് പാചകം ചെയ്യുന്നതിരിക്കട്ടെ, വെള്ളം മറ്റേ ഈ പറയുന്ന ബോട്ടിൽഡ് വലിയ ക്യാനുകളിലുള്ള വെള്ളം കൊണ്ടുവന്ന് 20 ലിറ്ററിൻ്റെ ക്യാനുകളുണ്ടല്ലോ, അതിൽ കൊണ്ടുവന്നാണ് പാചകം ചെയ്തത് എന്നിരിക്കട്ടെ. പക്ഷേ കഴുകുന്ന പാത്രവും ഈ പച്ചക്കറികളും അതുപോലുള്ള കാര്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം അരിയും ഒക്കെ കഴുകിയ പാത്രം, കഴുകിയ വെള്ളം, അത് ഈ പറയുന്ന ശുദ്ധജലത്തിൽ മാത്രമായിരിക്കൂ? പൈപ്പിലെ വെള്ളം ഉപയോഗിക്കേണ്ടി വരില്ലേ? അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് അശുദ്ധ ജലമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഭക്ഷണത്തിലേക്ക് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം എത്തുന്നു. അത് ഈ ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ, കോളറ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിന് എന്ത് പരിഹാരം എന്നുള്ളത് കൂടിയുണ്ട്. നമുക്കറിയാം പരിഹാരം അവിടുത്തെ ഭരണ നേതൃത്വം, അവിടുത്തെ MLA, അവിടുത്തെ മുനിസിപ്പാലിറ്റി, ഇവരൊക്കെയാണ് നോക്കേണ്ടത്. ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? ഗോപാലകൃഷ്ണൻ BJPയുടെ പറഞ്ഞത് എന്താണ്? ഇവിടുന്ന് ഒരു ഹിന്ദു MLA ഉണ്ടോ എന്ന്. കാരണം അവർക്ക് ഇതിനോടൊന്ന് പ്രതിബദ്ധതയെങ്കിലും തോന്നുകയുള്ളൂ. അങ്ങനെ ഒരു പ്രതിബദ്ധത തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഗുരുവായൂർ എന്താ ഒരു ഹിന്ദു MLA ഉണ്ടാവാത്തതെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്ഷേത്രത്തിനോടും, ആ മഹാക്ഷേത്രത്തിനോടും, അതിൻ്റെ പരിസരത്തോടും, ആ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തോടും അവിടെ എത്തുന്നവരുടെ നന്മയും ഒക്കെ കാക്ഷിക്കുന്ന ഒരാളാണ് അവിടുത്തെ MLA എങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു? ടൗൺ പ്ലാനിങ് കൃത്യമായിട്ട് നടക്കില്ലേ? അവിടുത്തെ നഗരസഭ അതിനെ നന്നാക്കി വെക്കില്ലേ? അവിടെ നിന്നുള്ള വരുമാനം മാത്രം മതിയെന്ന് വെക്കുമോ? ഇവിടെ വരുന്നവൻ എങ്ങനെയും നശിച്ചു പോട്ടെ, അവൻ തുള്ളി വെള്ളം കുടിക്കാനില്ലെങ്കിലും കുഴപ്പമില്ല, അവന് നല്ല ആരോഗ്യമില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ തീർത്ഥമായും പ്രസാദമായും ഒക്കെ സ്വീകരിക്കുന്ന വെള്ളം, സദ്യയായിട്ടും അന്നദാനവുമായിട്ടൊക്കെ സ്വീകരിക്കുന്നതെല്ലാം വിഷമായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വരുമാനം മതി എന്ന് വെക്കുന്നവർക്കിടയിലേക്കാണ് നമ്മൾ ചെന്നിറങ്ങുന്നതെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പുണ്യം പോലും പൊയ്പോവില്ലേ എന്നുള്ള ഭയമാണ് ഒരു ഭക്തനായ, സാധാരണക്കാരനായ, വിശ്വാസിയായ എനിക്ക് പോലും തോന്നുന്നത്. അപ്പോൾ വലിയ ഭക്തന്മാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ ഞെട്ടലും വേദനയും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അടിസ്ഥാനപരമായി ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ MLAയും ഒക്കെ ഇടപെട്ട് എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഡ്രെയിനേജിലേക്കാണ് മലിനജലം പോകുന്നതെന്ന് ഉറപ്പുവരുത്താനും, അതുപോലെ തന്നെ അവിടുത്തെ നദിയും കുളങ്ങളും എല്ലാം ശുദ്ധീകരിക്കാനും, അശുദ്ധീകരിച്ച ശേഷം അത് വെള്ളം പരിശോധിച്ച് നല്ലതാണെന്ന് ഉറപ്പുവരുത്താനും, മലിനജലം ഒരു ഹോട്ടലുകളിലോ സദ്യാലയങ്ങളിലോ അന്നദാനപ്പുരകളിലോ ക്ഷേത്രത്തിലോ മറ്റേതെങ്കിലും വിധത്തിലുള്ള പാർപ്പിട മേഖലയിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള ശ്രമമുണ്ടാവണം. അതിനുള്ള ഒരു ജാഗ്രത കാണിക്കണം. ഇനി നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു വിവാഹ പരിപാടിക്ക് പോകും, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ വിവാഹമാണെങ്കിൽ അവരോട് നമുക്ക് പറയാം, നിങ്ങൾ ഗുരുവായൂർ കല്യാണം നടത്തിക്കോളൂ, താലികെട്ട് ക്ഷേത്രത്തിൽ നടത്തിക്കോളൂ, പക്ഷേ സദ്യ നിങ്ങളുടെ നാട്ടിൽ വെക്കുക ഒന്നുകിൽ. ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാവുന്നുള്ള ആൾക്കാരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ച് ഇവിടെ എത്തിച്ച് അത് വിളമ്പുക. അതുമല്ലെങ്കിൽ അത്രയും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ഭക്ഷണമായിരിക്കണം. ഇത് സാധാരണഗതിയിൽ നമുക്ക് അവിടെ ഉറപ്പുവരുത്താനോ ഈ പറയുന്ന ആൾക്കാരുടെ ദഹനപ്പുരകളിലെ കയറി ചെല്ലാനോ അവരുടെ പാചകശാലകളിൽ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അറിയാനോ ഒന്നും ഒരു നിവൃത്തിയും ഉണ്ടാവില്ല.
കച്ചവടം ചെയ്യുന്നവൻ്റെ അടിസ്ഥാന ലക്ഷ്യം ലാഭം മാത്രമാണ്. നല്ലത് നൽകണമെന്നുള്ള ചിന്ത 99.99999 അങ്ങനെ പോകും ഇങ്ങനെ. അങ്ങനെ ആർക്കും ഉണ്ടാവണമെന്നില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ്: സദ്യ സ്വന്തം നാട്ടിലേക്ക് മാറ്റുക, ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അത്ര ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ദൂരെ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ നൽകണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഗുരുവായൂരിലെ ഹോട്ടലുകൾ ഒഴിവാക്കുക, ഭക്ഷണം കഴിക്കാനായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റൊരു മാർഗ്ഗം. പച്ചവെള്ളം ഒരു കാരണവശാലും കുടിക്കരുത്. മറ്റൊന്ന്, സലാഡ് പോലുള്ള പദാർത്ഥങ്ങൾ കഴിക്കരുത്. ഈ പറയുന്ന ഷെയ്ക്കുകളൊക്കെ ഉണ്ടല്ലോ, ഷെയ്ക്ക്, പിന്നെ കുലുക്കി സർബത്ത്, നാരങ്ങാ വെള്ളം, മോര് തുടങ്ങിയവയൊക്കെ ആ പ്രദേശത്ത് നിന്ന് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ദർശന സമയത്തിന് ചെന്ന് നിൽക്കുമ്പോൾ തിളപ്പിച്ചാറിയ അമ്പലത്തെ ദേവസ്വത്തിൻ്റെ വെള്ളം ഉണ്ടാവും, പക്ഷെ ആ വെള്ളം ഇവിടുന്നാണ് വരുന്നത്, അത് ഇവിടുന്ന് തന്നെയായിരിക്കില്ലേ വരുന്നത്. അതിൽ ഈ ഇല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്, നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരു ഫ്ലാസ്കിലാക്കി കയ്യിൽ കരുതുക. 2 or 3 ഫ്ലാസ്കിലാക്കി കരുതിയാലും കുഴപ്പമില്ല. അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാനൊക്കെ 3, 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വരെ ക്യൂ നിന്നിട്ടുണ്ട്. ആ അനുഭവത്തിൽ പറയുകയാണ്, കുറച്ചധികം വെള്ളം കരുതി എന്ന് പറഞ്ഞും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭഗവാന്റെ നാമജപം സദാ ചുണ്ടിലുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ ദാഹത്തെയും വിശപ്പിനെയും ഒക്കെ അകറ്റി നിർത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പുറമേയുള്ള വെള്ളത്തിന് പകരം ശുദ്ധമായ ബോട്ടിൽഡ് വാട്ടർ അവിടെ നിന്ന് വാങ്ങിക്കുക. ആ ബോട്ടിൽഡ് വാട്ടർ പരിശോധിക്കണം, അത് വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ വ്യാജമായിട്ട് ആ പരിസര പ്രദേശത്ത് നിന്നുള്ള വെള്ളമാണ് അതിലുള്ളതെങ്കിൽ അതും ഒട്ടും നല്ലതാവില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു മഹാക്ഷേത്രം നാശത്തിലേക്ക് പോകാതിരിക്കട്ടെ, അത് സംരക്ഷിക്കപ്പെടട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ രാഷ്ട്രീയമായി ഭരണപരമായി ഒക്കെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ നമ്മൾ നന്നായി എടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ പച്ചവെള്ളം കൊണ്ട് വാ കഴുകാറുണ്ടല്ലോ, പലപ്പോഴും പറയാറുണ്ട് 5% ഈ വാ കഴുകുന്ന വെള്ളം നമ്മളുടെ ഉള്ളിലേക്ക് പോകാറുണ്ടെന്ന്. ഇതൊക്കെ തന്നെ മതിയായിരിക്കും പലപ്പോഴും വലിയ രോഗങ്ങൾ പിടിപെടുന്നതിന്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആ ജാഗ്രത ഭക്തജനങ്ങൾ പാലിക്കണം. ഈശ്വര സഹായം എന്ന് പറയുന്നത്, ഈശ്വരൻ്റെ ആശീർവാദം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാകുന്ന ക്ഷേത്രത്തെ കൂടി ശുദ്ധമായി വെക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ശരീരം, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ മനസ്സ് ഇതെല്ലാം തന്നെ നന്നായി ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ഈശ്വരനുണ്ടാക്കുള്ള കടാക്ഷം, ഈശ്വര പ്രസാദം നമ്മളിലേക്ക് സ്വീകരിക്കപ്പെടുകയുള്ളൂ. തെളിഞ്ഞ ഒരു ഇതിലേക്ക് മാത്രം, ഒരു സ്ഫടികപാത്രത്തിലേക്ക് വെള്ളം പകർന്നാൽ മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ. എത്ര നല്ല എത്ര നല്ല ഒരു സോഴ്സിൽ നിന്നാണോ എനർജി സ്വീകരിക്കേണ്ടത് അത്രയും നല്ലതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതുണ്ട്. അത് മറക്കാതിരിക്കുക. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.